നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂൺ മാസത്തിലെ പെൻഷൻ ഇന്ന് അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ചയോട് കൂടി അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നുള്ളതാണ്. പിന്നീട് വെള്ളിയാഴ്ച അക്കൗണ്ടിൽ എത്തിയിരുന്നില്ല. അതിനുശേഷം ശനിയാഴ്ച ഉച്ചയോട് കൂടിയാണ് ഇപ്പോൾ എല്ലാ ആളുടെയും പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് പണം ലഭിച്ച ആളുകളും അതുപോലെ തന്നെ 1-2 മാസമായി പെൻഷൻ മുടങ്ങിയ ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ജൂൺ മാസത്തിലെ 1600 രൂപ ഇന്ന് അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പെൻഷൻ ലഭിക്കുന്ന അക്കൗണ്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോൾ തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങൾക്കകം തന്നെ കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് പണം എത്തുന്നതാണ്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ ജൂലൈ മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ്, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകണം. അത് എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലമാണ്. അത് നൽകാത്ത ആളുകൾക്ക് പിന്നീട് വിധവ പെൻഷൻ ലഭിക്കുന്നതല്ല. ഭർത്താവിൻ്റെ മരണപ്പെട്ട സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ കൊണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പറുമായി സമീപിച്ച് കഴിഞ്ഞാൽ അവരൊരു ഫോം ഫില്ലപ്പ് ചെയ്ത് തരും. അതിനിടയിൽ വാർഡ് മെമ്പർ സൈൻ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ ഒരു ഫോം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുകൂടി സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം മരണ സർട്ടിഫിക്കറ്റിൻ്റെയും ആധാർ കാർഡിൻ്റെയും കോപ്പിയോട് കൂടി 3 പേപ്പറുകൾ നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങൾക്ക് എവിടെ നിന്നാണോ പെൻഷൻ ലഭിക്കുന്നത് അവിടെ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ഹാജരാക്കിയാൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളും, വിധവാ പെൻഷൻ ആയിക്കോട്ടെ, വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ, അതില്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകളായിക്കോട്ടെ, എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നിർബന്ധമായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഈ മാസം 25-ാം തീയതി മുതലാണ് മസ്റ്ററിങ് തുടങ്ങുന്നത്. നിർബന്ധമായിട്ടും അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. മസ്റ്ററിങ് പൂർത്തിയാക്കാൻ നിങ്ങൾ പെൻഷൻ ID, ആധാർ കാർഡ് എന്നിവ കൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെ മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുകയുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾക്ക് 2 രൂപത്തിലുള്ള പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടാവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഒന്നുകിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ മറ്റൊരു ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് 2 പെൻഷൻ ID ഉണ്ടാകും. ഈ 2 പെൻഷൻ IDയിലും അവർ മസ്റ്ററിങ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ചില ആളുകൾക്ക് ചില ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ചിലപ്പോൾ ഒരു വർഷം 12 മാസവും 15 മാസവും വരെ ലഭിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളും ആ മസ്റ്റർ IDയിൽ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് ഇനി എന്തെങ്കിലും അവർ കുടിശ്ശിക പെൻഷൻ ലഭിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ തൊട്ടടുത്തുള്ള ഫോളോ ബട്ടൺ കൂടി ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.